ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അഡ്വക്കേറ്റ് കെ.എ. സലീം രചിച്ച അതിർവരമ്പുകൾ എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശന കർമ്മം കെ.ജെ. മാക്സി എം.എൽ.എ. നിർവഹിച്ചു. അഭിഭാഷകനായ കെ.എ. സലീം രചിച്ച അതിർവരമ്പുകൾ എന്ന കഥാസമാഹാരത്തിന്റെ കവർ പേജ് പ്രകാശനം നടന്നു. ഫോർട്ട് കൊച്ചി ബീച്ച് ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ കെ.ജെ. മാക്സി എം.എൽ.എ. പ്രകാശന കർമ്മം നിർവഹിച്ചു. ഈ കവർ പ്രകാശനം മാത്രമാണ് എനിക്കറിയാൻ പാടുള്ളൂ. ഈ എന്താണ് കഥയെന്ന് പോലും ഒരു പിടുത്തമില്ല. അതിനെപ്പറ്റിയൊക്കെ ഫെർണാണ്ടസ് പറയും, ഫെർണാണ്ടസ് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷേ സലീം കഥ എഴുതുന്ന രംഗത്തേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. സലീമിനെ പറ്റി പറയുമ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ബന്ധമാണ്. ഫോർട്ട് കൊച്ചി DYFIയുടെ പ്രവർത്തനമാണ് സലീം വരുന്നത് ആദ്യം. അങ്ങനെ വന്ന് ഇപ്പോൾ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ഒരു അഭിഭാഷക എന്ന മേഖലയിലും സാമൂഹിക സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് കെ.എ. സലീം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സലീം എന്നെ കണ്ടിട്ടിങ്ങനെ പറഞ്ഞു. സാബു അലി അധ്യക്ഷനായി. ഫ്രാൻസിസ് സീരവേലിൽ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ജോൺ ഫെർണാണ്ടസ് ആമുഖ പ്രഭാഷണം നടത്തി. കൗൺസിലർ P.J. ദാസൻ, ഫാദർ സിജു ജോസഫ് പലിയത്തറ, ഡോക്ടർ P.V. ജയരാജ്, M.M. അഷ്റഫ്, K.B. സലാം, P.B. നിഷാജ്, അഡ്വക്കേറ്റ് കെ.എ. സലീം എന്നിവർ സംസാരിച്ചു. ഏതാനും ചെറുകഥകൾ തയ്യാറാക്കുകയും എഴുതുകയും അത് പ്രകാശനം ചെയ്യണം, അത് പുസ്തകമാക്കി മാറ്റണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ സന്തോഷത്തോടുകൂടി അതിന് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടൊരു ഭാരം എൻ്റെ തലയിൽ വെച്ച് കിട്ടി. ഇതിനൊരു അവതാരിക എഴുതണമെന്ന്. ഞാനാണെങ്കിൽ വേണ്ടത്ര അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരാളായതുകൊണ്ട് ആദ്യം നിരുത്സാഹപ്പെടുത്തി. പക്ഷേ സലീമിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി കൈക്കുറ്റപ്പാടുകൾ തീർക്കാത്ത ഒരു അവതാരിക ഞാൻ എഴുതി കൊടുത്തു. അത് സംബന്ധിച്ച് പറയാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെറുകഥകളാണ് ഇന്ന് ഏറ്റവും ശക്തമായി പുതിയ കാലത്തെ അടയാളപ്പെടുത്തുന്ന സാഹിത്യം. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.